Yes, dear students, next we go to the session 30 of business regulation. ഇവിടെ നമ്മൾ ആ ടൈപ്സ് ഓഫ് ഡാമേജിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. നമ്മൾ ആദ്യത്തെ കഴിഞ്ഞ സെഷനിൽ അതിൻ്റെ ഒരു മോഡൽ കണ്ടു, ഒരു ടൈപ്പ് കണ്ടു, ദാറ്റ് ഈസ് ഓർഡിനറി ഓർ ജനറൽ ഡാമേജ്. എന്താണ് ഒരു ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് കൊണ്ട് ഒരു നഷ്ടം ഉണ്ടാകുന്നത്, ആ നഷ്ടം എത്രയാണോ അത് മാത്രം കൃത്യമായിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ് ഓർഡിനറി ഓർ ജനറൽ ഡാമേജ്. ഇനി അതിൻ്റെ രണ്ടാമത്തെ ടൈപ്പാണ് സ്പെഷ്യൽ ഡാമേജ്. സ്പെഷ്യൽ ഡാമേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്പെഷ്യൽ ആയിട്ടുള്ള സർക്കംസ്റ്റൻസസിൽ നമ്മൾ ഫോം ചെയ്യുന്നതാണ് സ്പെഷ്യൽ ഡാമേജ്. ഇത് ശരിക്കും ഒരു വലിയ പ്രോഫിറ്റിന് റിലേറ്റഡ് ആയിട്ടുള്ള ഡാമേജസ് ആയിരിക്കും. ഒരു സ്പെഷ്യൽ ലോസ് സംഭവിച്ച സാഹചര്യത്തിൽ ഉണ്ടാവുന്ന ഒരു ഡാമേജ് ആണ്. ഈ ഡാമേജിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഡാമേജ് ഉള്ള ഒരു കോൺട്രാക്ട് ഫോം ചെയ്യുമ്പോൾ തന്നെ അതിന് രണ്ട് പാർട്ടീസും ഈ ഒരു കോൺട്രാക്ട് ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്പെഷ്യൽ ഡാമേജ് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം രണ്ടുപേർക്കും അറിയാൻ പറ്റുന്നതാണ്. അങ്ങനെയുള്ളതാണ് സ്പെഷ്യൽ ഡാമേജസ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു മാനുഫാക്ചർ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷന് ഒരു വേറൊരു പാർട്ടി അവർക്ക് പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള മിഷനറീസ് ഇന്നൊരു ടൈമിൽ സപ്ലൈ ചെയ്യാന്നുള്ളൊരു കോൺട്രാക്ട് ഫോം ചെയ്തു. പക്ഷെ ആക്ച്വലി ആ സമയത്ത് ആ മിഷനറീസ് സപ്ലൈ ചെയ്തില്ല. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ആ മാനുഫാക്ചർക്ക് ആ മെഷീനറി ഉപയോഗിച്ച് പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റാതെ വന്നു. ഇത്രയും ക്വാണ്ടിറ്റി പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത്രയും ക്വാണ്ടിറ്റി പ്രോഡക്റ്റ് സെയിൽ ചെയ്താൽ എത്ര പ്രോഫിറ്റ് കിട്ടും, ആ പ്രോഫിറ്റിയോടെ ലോസ് ആയി. അപ്പോൾ ആ ഒരു ലാർജ് പ്രോഫിറ്റ് ഇവിടെ സ്പെഷ്യൽ ഡാമേജസ് ആയിട്ട് ക്ലെയിം ചെയ്ത് ആ ഇൻജേർഡ് ആയിട്ടുള്ള മാനുഫാക്ചർക്ക് ആ ബ്രീച്ച് ചെയ്ത പാർട്ടിയിൽ നിന്നും ഈടാക്കാം. അതാണ് എന്ത് സ്പെഷ്യൽ ഡാമേജസ്. ഓക്കെ, ഓക്കെ. ഇനി മൂന്നാമത് വരുന്നതാണ് എക്സംപ്ലറി ഓർ വിൻഡിക്റ്റീവ് ഡാമേജസ്. അതായത് മാതൃകാപരമായി അല്ലെങ്കിൽ പ്രതികാരപരമായിട്ടുള്ള ഡാമേജ്. സാധാരണ നമ്മൾ ഡാമേജസ് പറഞ്ഞപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു. ഡാമേജസ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കോൺട്രാക്ട് ബ്രീച്ച് ചെയ്യുന്ന സമയത്ത് ഇൻജേർഡ് പാർട്ടിക്ക് ലോസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ലോസിനെ നികത്താൻ വേണ്ടിയിട്ടാണ് ഡാമേജസ്. ഓക്കെ, അല്ലാതെ വേറൊരു രീതിയിലല്ല. പക്ഷെ എക്സംപ്ലറി ഓർ വിൻഡിക്റ്റീവ് ഡാമേജ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് കൊണ്ട് ലോസ് സംഭവിച്ചതും അത് മാത്രമല്ല ആരാണ് അത് ബ്രീച്ച് ചെയ്തത് അയാൾക്കൊരു പണിഷ്മെന്റ് കൊടുക്കുന്ന രീതിയിലുമായിട്ടൊരു ഡാമേജ് ഫോം ചെയ്യുക. അതാണ് എക്സംപ്ലറി ഓർ വിൻഡിക്റ്റീവ് ഡാമേജ്. പക്ഷേ ശരിക്കും നമ്മുടെ ലോ ഓഫ് കോൺട്രാക്റ്റിൽ ഇങ്ങനെയുള്ള എക്സംപ്ലറി ഓർ വിൻഡിക്റ്റീവ് ഡാമേജ് ഇല്ല. എന്നാൽ രണ്ട് എക്സെപ്ഷൻ ഉണ്ട്. ആദ്യത്തെ എക്സെപ്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു മാരേജ് കോൺട്രാക്റ്റിൽ ഒരാൾ സപ്പോസ് ആ മാരേജ് കോൺട്രാക്റ്റിൽ നിന്നും പിന്തിരിച്ചു കഴിഞ്ഞാൽ ആ ഇൻജേർഡ് പാർട്ടിക്ക് എന്താണോ ഫീലിങ്സ് ഒരുപാട് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ ഉള്ള ഇൻജേർഡ് പാർട്ടിക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന എക്സംപ്ലറി അല്ലെങ്കിൽ വിൻഡിക്റ്റീവ് ഡാമേജ് കൊടുക്കാം. ഓക്കെ, രണ്ടാമത്തെ ഒരു കേസിൽ സപ്പോസ് ഇപ്പോൾ ഒരു ബിസിനസ് പേഴ്സൺ അയാളുടെ ചെക്ക് ബാങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ആ ബാങ്കിൽ ആ ചെക്ക് കൊടുത്ത് അതിനുള്ള ഫണ്ട് എടുക്കാനായിട്ട് പോവാണ്. അയാളുടെ അക്കൗണ്ടിൽ ഫണ്ട് ഉണ്ട് താൻ, പക്ഷെ ബാങ്ക് സമ്മതിക്കുന്നില്ല. അപ്പോൾ ഇത് ശരിക്കും ആ ബിസിനസ് പേഴ്സന്റെ ബിസിനസിനെയും അയാളുടെ റെപ്യൂട്ടേഷനും ഇത് ബാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കേസിലും അയാൾക്ക് എന്ത് ചെയ്യാം, എക്സംപ്ലറി ഡാമേജിന് വിധേയമാവാം. ഓക്കെ, അതാണ് എക്സംപ്ലറി ഓർ വിൻഡിക്റ്റീവ് ഡാമേജ്. ഇനി നാലാമത്തത് നോമിനൽ ഡാമേജ് ആണ്. എന്താണ് നോമിനൽ ഡാമേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മളുടെ ഒരു കോൺട്രാക്ട് ബ്രീച്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ബ്രീച്ച് ചെയ്ത പാർട്ടി പിന്നെ ഇൻജേർഡ് പാർട്ടിക്ക് ആ കോൺട്രാക്ട് ബ്രീച്ച് ചെയ്തുകൊണ്ട് യാതൊരു ലോസും സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ, യാതൊരു നഷ്ടം സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഡാമേജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നോമിനൽ ഡാമേജസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ 4 ഡാമേജസ് കണ്ടു നമ്മൾ അല്ലേ. ഓർഡിനറി ഓർ ജനറൽ, സ്പെഷ്യൽ, എക്സംപ്ലറി, വിൻഡിക്റ്റീവ് ആൻഡ് നോമിനൽ. ഓക്കെ,
ഈ നോമിനൽ ഡാമേജ് ശരിക്കും എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് നടന്ന ശേഷം ഇൻജേർഡ് പാർട്ടിക്ക് ഡാമേജിന് ക്ലെയിം ചെയ്യാനുള്ള അവകാശം ഉണ്ടെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഈ ഇൻജേർഡ് പാർട്ടിക്ക് യാതൊരു നഷ്ടം സംഭവിച്ചിട്ടില്ല, പക്ഷെങ്കിലും ബൈ നോമിനൽ ഡാമേജ് ഈവൻ 1 രൂപ or 1 പൈസ വരെയും ആ ഡാമേജ് ആയിട്ട് ഈടാക്കാം. അതിൽ അവകാശം കാണിക്കാൻ വേണ്ടി മാത്രമാണ് നോമിനൽ ഡാമേജസ് ഉള്ളത്. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കൂ. അനിരുദ്ധ് ആൻഡ് ബദ്രി. അനിരുദ്ധ് എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ബദ്രിയുടെ കയ്യിൽ നിന്നും ഒരു ഓൾഡ് കാർ 1 lakh rupees വാങ്ങിക്കാൻ തീരുമാനിച്ചു. പക്ഷെ പിന്നീട് അനിരുദ്ധ് എന്ത് ചെയ്തു, ആ കോൺട്രാക്റ്റിൽ നിന്ന് ബ്രീച്ച് ചെയ്തു പോയി. അപ്പോൾ ഈ ഓൾഡ് കാറിന്റെ ഡിമാൻഡ് അപ്പോഴും കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ആയതുകൊണ്ട് ബദ്രി എന്ത് ചെയ്തു, അനിരുദ്ധത്തിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കാറ് വേറെ ചന്ദ്രൻ എന്ന് പറഞ്ഞ ആൾക്ക് ഒരു 1.5 lakhs വിറ്റു. ഇവിടെ ബദ്രിക്ക് യാതൊരു നഷ്ടവും സംഭവിച്ചില്ല. ഓക്കെ, പക്ഷെ എങ്കിലും അനിരുദ്ധ് ബദ്രിയായിട്ടുള്ള കോൺട്രാക്ട് ബ്രീച്ച് ചെയ്തുകൊണ്ട് അനിരുദ്ധിനെ അങ്ങനെ ഫ്രീ ആയിട്ട് വിടാൻ പറ്റില്ല. അപ്പോൾ ബദ്രി എന്ത് ചെയ്തു, അനിലിന് അഗെയിൻസ്റ്റ് ആയിട്ട് നോമിനൽ ഡാമേജിന് ക്ലെയിം ചെയ്യാം. ഓക്കെ, അതാണ് നോമിനൽ ഡാമേജ്. ഇനി പെനാൽറ്റി ആൻഡ് ലിക്വിഡേറ്റഡ് ഡാമേജ് എന്താണ്? പെനാൽറ്റി ഓർ ലിക്വിഡേറ്റഡ് ഡാമേജ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു കോൺട്രാക്ട് ഫോം ചെയ്യുന്ന സമയത്ത് തന്നെ ആ കോൺട്രാക്ടിന് 2 പാർട്ടീസും ചേർന്ന് സപ്പോസ് ഈ കോൺട്രാക്റ്റിൽ നിന്നും ഏതെങ്കിലും ഒരു പാർട്ടി ബ്രീച്ച് ചെയ്ത് പോയാൽ ഒരു നോമിനൽ എമൗണ്ട്, ഒരു പെർട്ടിക്കുലർ എമൗണ്ട് എന്ത് ചെയ്യുന്നു, കോമ്പൻസേഷൻ ആയിട്ട് അല്ലെങ്കിൽ ഡാമേജ് ആയിട്ട് കൊടുക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞ് അവരുടെ കോൺട്രാക്ട് ഫോം ചെയ്യുന്ന സമയത്ത് തന്നെ ഫിക്സ് ചെയ്യാണ്. ഇതിനെയാണ് നമ്മൾ ലിക്വിഡേറ്റഡ് ഡാമേജ് അല്ലെങ്കിൽ പെനാൽറ്റി എന്ന് പറയുന്നത്. ലിക്വിഡേറ്റഡ് ഡാമേജ് ഇന്ത്യൻ ലോയിലും പെനാൽറ്റി ഇംഗ്ലീഷ് ലോയിലാണ് വരുന്നത്. പെനാൽറ്റിയിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എമൗണ്ട് നമ്മൾ ഫിക്സ് ചെയ്യാണ്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് പ്രൊപ്പോർഷനേറ്റ് ടു ദ എക്സാക്ട് ഡാമേജ്. എക്സാക്ട് ഡാമേജിന് പ്രൊപ്പോർഷനേറ്റ് അല്ലാത്ത രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പെനാൽറ്റിയിൽ ഒരു എമൗണ്ട് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് നമ്മൾ ഫിക്സ് ചെയ്ത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പാർട്ടീസ് കോൺട്രാക്റ്റിൽ നിന്നും ബ്രീച്ച് ചെയ്ത് പോവാതെ ആ കോൺട്രാക്റ്റിൽ എന്താണോ കാര്യങ്ങളുള്ളത് അത് പെർഫോം ചെയ്യാനായിട്ട് അവരെ ഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു പെനാൽറ്റി ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഓക്കെ, നമ്മുടെ ഈ ലിക്വിഡേറ്റഡ് ഡാമേജസിൽ നമ്മൾ എന്താണോ ഒരു എമൗണ്ട് ഫിക്സ് ചെയ്യുന്നത് അത് ശരിക്കും നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് നമുക്ക് എത്ര, സപ്പോസ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് നടന്നാൽ നമുക്ക് എത്ര ലോസ് വരുമോ ആ ലോസിന് അനുസരിച്ചിട്ടുള്ള ഒരു എമൗണ്ട് ആണ് നമ്മൾ ലിക്വിഡേറ്റഡ് ഡാമേജസിൽ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. പെനാൽറ്റിയിൽ എന്താണ്, അങ്ങനെയല്ല, അത് ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടാണ് ഫിക്സ് ചെയ്യുക. അതാണ് ചെറിയൊരു വ്യത്യാസം പെനാൽറ്റിയും ലിക്വിഡേറ്റഡ് ഡാമേജസിലും. ഓക്കെ, സോ ഇൻ പെനാൽറ്റി നമ്മൾ ഒരു ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണ് ഫിക്സ് ചെയ്യുന്നത്. ലിക്വിഡേറ്റഡ് ഡാമേജസിൽ നമ്മൾ കറക്റ്റ് ആ ഫെയർ ആയിട്ടുള്ള ഒരു എമൗണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഫിക്സ് ചെയ്യുന്നു. ഓക്കെ, ഫോർ എക്സാമ്പിൾ നോക്കൂ. വിമൽ അഗ്രീസ് ടു പേ ₹5,000 ടു മനോജ് ഇന്ന പർട്ടിക്കുലർ ഡേറ്റ്. ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ വിമൽ എന്ത് ചെയ്തു, 5,000 രൂപ മനോജിന് കൊടുക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് ആ തീരുമാനത്തിന് അപ്പം തന്നെ അവർ പറഞ്ഞു, സപ്പോസ് ആ ഡേറ്റിൽ വിമല് മനോജിന് 5,000 കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് വിമല് മനോജിന് 6,000 കൊടുക്കണം എന്നാണ്. അപ്പോൾ ഇത് ശരിക്കും എന്താണ്, പ്രൊപ്പോർഷനേറ്റ് അല്ല. സോ അതുകൊണ്ട് എന്താണ്, ഇത് പെനാൽറ്റിയാണ്. ഇറ്റ് ഈസ് നോട്ട് കൺസിഡർഡ് ടു ബി എ ലിക്വിഡേറ്റഡ് ഡാമേജ്. ഓക്കെ, പക്ഷെ നമ്മുടെ ഇന്ത്യൻ ലോയിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു ലിക്വിഡേറ്റഡ് ഡാമേജ് ഇന്ത്യൻ ലോയിലും പെനാൽറ്റി ഇംഗ്ലീഷ് ലോയിലാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ ഇന്ത്യൻ ലോയിൽ നമുക്ക് പെനാൽറ്റിക്കും ലിക്വിഡേറ്റഡ് ഡാമേജും തമ്മിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. കോർട്ട് എപ്പോഴും ഒരു റീസണബിൾ കോമ്പൻസേഷൻ ആണ് അലോ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ലാലും ജോസും തമ്മിൽ ഒരു കോൺട്രാക്ട്. ലാല് ജോസിന് 10,000 rupees ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ കൊടുക്കണം. ഇപ്പം ലാൽ അത് ഡിഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ പിന്നീട് അയാള് 12,000 rupees ആണ് പേ ചെയ്യേണ്ടത്. അതാണ് അവിടെ ഒരു ലിക്വിഡേറ്റഡ് അല്ലെങ്കിൽ പെനാൽറ്റി ഡാമേജ് ആയിട്ട് ഫിക്സ് ചെയ്തെന്നിരിക്കട്ടെ. പക്ഷെ നമ്മുടെ ഇന്ത്യൻ ലോ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് ഇപ്പൊ ലാൽ
ഈ 10,000 റുപ്പീസ് ജോസിന് കൊടുക്കാൻ ഡിഫോൾട്ട് വരുത്തിയിട്ടുണ്ടെങ്കിൽ ജോസിന് എന്ത് ചെയ്യാം, ലാലിൽ നിന്നും ഒരു കോമ്പൻസേഷൻ നോട്ട് ലെസ് ദൻ 12,000 ഈടാക്കാം, നോട്ട് എക്സീഡിങ് 12,000 ഈടാക്കാം. അതാണ് ഇന്ത്യൻ ലോയിൽ പറയുന്നത്. ഓക്കെ, സോ ലിക്വിഡേറ്റഡ് ഡാമേജിൽ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഡാമേജ് ആണ് ഫിക്സ് ചെയ്യുന്നത്, പെനാൽറ്റിയിൽ ഡിസ്പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഡാമേജ് ആണ് ഫിക്സ് ചെയ്യുന്നത്. അത്രയും മനസ്സിലാക്കാം. ഓക്കെ, ഇനി ആ ഫിക്സഡ് എമൗണ്ടിനെ കുറിച്ചുള്ളതാണ്, അത് അടുത്ത സ്ലൈഡിൽ നമുക്ക് പറയാം. ഓക്കെ, നമ്മളുടെ ഈ പെനാൽറ്റി അല്ലെങ്കിൽ ലിക്വിഡേറ്റഡ് ഡാമേജിൽ നമ്മൾ എന്താണ് ഒരു സ്റ്റിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് കോൺട്രാക്ട് ഫോം ചെയ്യുന്ന സമയത്ത് പെനാൽറ്റി ആയിട്ടോ കോമ്പൻസേഷൻ ആയിട്ടോ ഫിക്സ് ചെയ്യുന്നത്, അതിൻ്റെ ഉള്ളിലുള്ള റീസണബിൾ ആയിട്ടുള്ള ഒരു കോമ്പൻസേഷൻ ആണ് എപ്പോഴും ഈ പറയുന്ന ഇൻജുർഡ് പാർട്ടിക്ക് ഈടാക്കാൻ പറ്റുള്ളൂ. അതിന് മുകളിൽ എക്സീഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് ഒന്നും ഈടാക്കാനുള്ള അവകാശമില്ല. അത് കോർട്ട് ഒട്ടും സമ്മതിക്കില്ല. അതാണ് ഇവിടെ അൾട്ടിമേറ്റ്ലി പറയുന്നത്. അതായത് ഒരു ലിക്വിഡേറ്റഡ് ഡാമേജ് പെനാൽറ്റി വാട്ടെവർ ഇറ്റ് മേ ബി, ഒരു സ്റ്റിപ്പുലേറ്റഡ് എമൗണ്ട് നമ്മൾ കോൺട്രാക്ട് ഫോം ചെയ്യുന്ന സമയത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻജുർഡ് പാർട്ടിക്ക് അതിന് എക്സീഡ് ചെയ്യാത്ത, അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു കോമ്പൻസേഷനെ ഈടാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ അത് എക്സീഡ് ചെയ്തിട്ടുള്ള ഒരു എമൗണ്ടും ഇൻജുർഡ് പാർട്ടിക്ക് ഈടാക്കാൻ പറ്റില്ല. ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നത് പ്രകാശ് രാജേഷ്. പ്രകാശ് എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു റീപേയ്മെന്റ് രാജേഷിന് 1 lakh റുപ്പീസ് അടയ്ക്കണം വിത്ത് ആൻ ഇൻട്രസ്റ്റ് ഓഫ് 10% അറ്റ് ദ എൻഡ് ഓഫ് 6 months. 6 മാസം കഴിയുമ്പോഴേക്കും അത് അടയ്ക്കണം. സപ്പോസ് ഡിഫോൾട്ട് വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ ഡിഫോൾട്ട് വരുത്തിയ ദിവസം തൊട്ട് പിന്നെ ഇൻട്രസ്റ്റ് 20% ആയിരിക്കും എന്നുള്ളത് അവരെന്ത് ചെയ്തു, ഒരു സ്റ്റിപ്പുലേഷൻ ഫോം ചെയ്തു, ഒരു പെനാൽറ്റി ആയിട്ട്. ഓക്കെ, സോ ഇവിടെ നമ്മളുടെ കോർട്ട് പറയുന്നത് രാജേഷിന് പ്രകാശിൽ നിന്നും റിക്കവർ ചെയ്യാൻ പറ്റുന്നത് ഈ പറയുന്ന സ്റ്റിപ്പുലേഷന്റെ ഉള്ളിൽ ഉള്ളൊരു കോമ്പൻസേഷൻ ആണ്. ഓക്കെ, അത് കോർട്ട് അതേ കൺസിഡർ ചെയ്യുള്ളൂ, അല്ലാതെ അതിന് ബിയോണ്ട് ഒരിക്കലും ഒന്നും ഈടാക്കാൻ പറ്റില്ല. ഓക്കെ, സോ ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ ഒരു സെഷനിലുള്ളത്. ഇനി ബാക്കി നമുക്ക് അടുത്ത സെഷനിൽ കാണാം. സോ ടിൽ ദെൻ ഇറ്റ്സ് ബൈ ആൻഡ് ഓൾ ഓഫ് യു ടേക്ക് കെയർ. ഓക്കെ.